വർഷത്തേക്കല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത്, മനസ്സിലായോ? നമ്മളായിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ മൊബൈൽ ഫോണിൽ കിട്ടുന്ന MP ആയിരിക്കാം, അത് ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ വാട്സപ്പ്, മനസ്സിലായോ? ഈശോയ്ക്ക് വേണ്ടി ഭൂമിയിൽ ഒരു വാട്സപ്പ് കൊടുക്കുക, അത് എന്റെ വാട്സപ്പാണ്. ഈശോയ്ക്ക് ഒരു ഫേസ്ബുക്ക്, ഈശോയുടെ കാര്യം പറയാൻ ഒരു ഫേസ്ബുക്ക് വേണ്ട ഈശോയ്ക്ക്, നമ്മൾ കൊടുക്കുമല്ലോ. നമ്മളെല്ലാവരും ചെയ്യുന്നതിന് എന്റെ ഫേസ്ബുക്ക് എന്റെ വാട്സപ്പ്, എന്റെ കാര്യങ്ങൾ ലോകത്തിലേക്ക് അറിയിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് കൊടുക്കുക, ഈശോയുടെ കാര്യങ്ങൾ അറിയിക്കുവാൻ, നല്ല കാര്യങ്ങൾ അറിയിക്കുവാൻ എന്റെ ഫോണായി തരട്ടെ, എന്റെ വാട്സപ്പ് ഈശോയുടെ കാര്യങ്ങൾ അറിയിക്കുവാൻ ആയി തരട്ടെ. അങ്ങനെ ഏത് വ്യക്തിക്കും സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പേടിയുള്ള വ്യക്തി, മറ്റുള്ളവരുണ്ടെങ്കിൽ പേടിയുള്ള വ്യക്തിക്ക് അവന്റെ സ്റ്റാറ്റസ് ആക്കുന്ന അവനെ പേടിക്കേണ്ട അവസ്ഥ. നല്ല നല്ല ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എല്ലാ ദിവസവും അയച്ചു കൊടുക്കുക. ഇത് നമുക്ക് ചെയ്യാലോ. നമ്മൾ ചെയ്യുന്ന ഒരു പാട്ടായിരിക്കാം, മറ്റുള്ളവർ തളർന്നിരിക്കുമ്പോഴായിരിക്കും പാട്ട് ചെയ്യുന്നത്, നമുക്കൊരു കരുത്തായിരിക്കും. നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ അത് ഉപയോഗിച്ചോളൂ. ഇപ്പൊ ഞാൻ ഒരു കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് വചനം പറയുക, വചനം പറഞ്ഞാൽ എത്ര പേരെ ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് എനിക്കറിയത്തില്ല, ഞാനും പോലും. അത് ഈശോയാണ് അവിടെ എന്നോട് വിതയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അടുത്ത് ചീനിയല് ഈശോയോട് പറയാം, ഇതിൽ 80 മുളക് ഉണ്ടായേക്കണം, പറയാൻ പറ്റുമോ? ഇല്ല. ഫലം അതേ തന്നെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റത്തില്ലോ. എന്ന് പറയുന്ന പോലെ നിങ്ങൾ അയക്കുന്ന പാട്ട് എവിടെ ചെന്ന് ആർക്ക് സ്വീകരിക്കണം, നിങ്ങൾ അയക്കുന്ന വചനം ആരെ. ഞാൻ ഓരോ ദിവസം വ്യക്തിപരമായിട്ട് അയക്കുമ്പോൾ ചിലവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ അത് കൂടുതലായിട്ട് ഇതുകൂടി ഇരുന്ന് അവർക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ കൂടുതലായിട്ട് സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അവരെ കണ്ടുകൊണ്ടല്ല അയക്കുന്നത്, ഞാൻ ഒത്തിരി പേർക്ക് അയക്കുന്നു, അതിന്റെ കൂടെ അവർ ചെല്ലുന്നു. ഞാൻ അയക്കുന്ന സാധനങ്ങൾ ബാക്കി ആൾക്കാർക്ക് അവർക്കൊരു റെസ്പോൺസ് ഇല്ലാന്ന് ഓർത്തുകൊണ്ട് ചില ആൾക്കാർ നിർത്താറുണ്ടല്ലോ. അപ്പം അതിന്റെ റിസൾട്ട് നോക്കുന്ന ആൾക്കാരോട് റിസൾട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ കുറെ നാൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരം വചനം പറയാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ വചനം പറയാൻ പോയ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുകയാണ് ഇവര് എന്റെ വചനം കേട്ടിട്ട് ഒന്നും ഒരു മാറ്റം വരുന്നില്ല. അവർക്ക് വചനം കേട്ടിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നുക. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചെയ്തിട്ട് ഒരു ഫലമില്ല. ഞാൻ എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും എന്റെ കൂടെ നിൽക്കുന്നവരാരും ഒരു ആത്മാർത്ഥത കാണില്ല, ഞാൻ മാത്രം. ഇപ്പം നമ്മളെ എല്ലാവർക്കും വരുന്നുണ്ട്, ഒരു ടീമിലുള്ള അംഗങ്ങളാന്ന് നോക്കുക, മധ്യസ്ഥ പ്രാർത്ഥനയുള്ളവരാണ്. ഒരു വ്യക്തിക്ക് ഭയങ്കര തീക്ഷ്ണതയുണ്ട്, കൂടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ടീമുകൾക്കൊന്നും ചെയ്യണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഒരു ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വ്യക്തിയുടെ മനസ്സ് മടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പ്രവർത്തിച്ചിട്ട് അവർ വരുന്നില്ലോ, അല്ല ഞാൻ പ്രവർത്തിച്ചിട്ട് അതിന്റെ ഫലം കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ മാനസികമായിട്ട് മടുക്കും. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗം കേൾക്കുകയാണ്. അപ്പോൾ അവിടെ അച്ഛൻ പറയുകയാണ്, അച്ഛൻ ഇങ്ങനെ ഒത്തിരി ഓടി ഇങ്ങനെ പ്രവർത്തിച്ച ശേഷം അച്ഛൻ മടുത്തു, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു ധ്യാനത്തിന്റെ ഇടയിൽ. അപ്പൊ അച്ഛൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഏതോ ഒരു വിശുദ്ധയുടെ പുസ്തകം വായിക്കാൻ പറയാണ്, അവിടെ ഈശോ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധിയോട്, നീ പ്രവർത്തിച്ചിട്ട് എത്രമാത്രം ആത്മാക്കൾ രക്ഷപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നിനക്ക് ഫലം തരുന്നത്. നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചതിന് എത്രമാത്രം ആത്മാക്കൾ രക്ഷപ്പെട്ടു എന്ന അടിസ്ഥാനത്തിലല്ല നിനക്ക് ഞാൻ ഫലം തരുന്നത്. നീ അതിനുവേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു ആത്മാർത്ഥതയോടെ, അതിനാണ് പ്രതിഫലം തരുന്നത്. അപ്പൊ അതെനിക്കൊരു ചാർജാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രവർത്തിച്ചിട്ട് ഫലം കാണുന്നില്ല, അല്ല ഞാൻ ഓടിയിട്ട് മറ്റുള്ളവർ എൻ്റെ കൂടെ ഓടുന്നില്ല. ഈശോ എനിക്ക് മാർഗം തരും. ഞാൻ ആത്മാർത്ഥതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ മറ്റുള്ളവർ അറിയണമെന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പാട് സഹിച്ചു, പക്ഷെ അതിൽ നിന്നൊരു ഫലവും കിട്ടിയില്ല. വേണ്ട. അതുകൊണ്ട് ഒരു പോയിന്റ് നമ്മൾ ഓർക്കണം, ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് വിജയിയാകാനല്ല, വിശ്വസ്തനാകാനാണ്. എന്താ പറയുക? ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് വിജയിയാകാൻ വേണ്ടിയല്ല, വിശ്വസ്തനായ. ഈശോയുടെ നമ്മൾ വിശ്വസ്തനാണ്, നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ വിശ്വസ്തനായിരിക്കുക. അതിലെല്ലാ കാര്യങ്ങളും വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇപ്പൊ പറഞ്ഞു വന്നപ്പം എന്റെ ഓർമ്മയിലേക്ക് വന്നൊരു കാര്യം.